നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾക്കൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ മറുപടി പറഞ്ഞ് നമ്മൾ കണ്ടത് മുഴുവൻ വ്യാജന്മാരെയാണ്. വ്യാജ ഐഡികൾ വെച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി നടത്തുന്ന ചില എന്താ പറയുക, അദ്ദേഹത്തെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന പല PR വർക്കുകളും, ഒപ്പം അദ്ദേഹത്തിന് എതിരെ വരുന്ന കമൻറ്റുകൾക്ക് പല മോശമായ ഭാഷയിൽ മറുപടി കൊടുക്കുന്ന പല വ്യാജന്മാരെയൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ ദാ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ സരിൻ എന്ന് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, FB-യിൽ. വേറെ ഒന്നുമല്ല, നാടിനു വേണ്ടി ഒരുമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനടിയിൽ വേറൊരു വ്യാജൻ, ഒരു കോമഡി വ്യാജൻ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പോസ്റ്റ് ഞാനൊന്ന് ആദ്യം തന്നെ വായിക്കാം. അത് തിരഞ്ഞെടുപ്പാണല്ലോ, അപ്പോൾ തിരഞ്ഞെടുപ്പായതുകൊണ്ട് ഞാൻ പാലക്കാടുകാരനാണ്, ഞങ്ങൾ പാലക്കാടുകാരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനാണ് വോട്ട് ചെയ്യുന്നത് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയതാണ്. പക്ഷേ അമ്പേ പരാജയമായി പോയല്ലോ കനകോലു. എന്തായാലും വായിക്കാം. അതായത് കമൻ്റ് ഇട്ടിരിക്കുന്നത് വിക്രമൻ മുത്ത് എന്ന് പറയുന്ന ഒരാളാണ് കേട്ടോ. വിക്രമൻ മുത്തു ആണ് ഉദ്ദേശിച്ചത്. ഇത്തിരി വിദ്യാഭ്യാസക്കുറവുള്ളതുകൊണ്ട് വിക്രമൻ മുത്തു എന്നുള്ളത് മുത്തായി മാറി. എൻ്റെ ഈ സ്ക്രീനിൽ കാണാം ആ ID. അതായത് ബാലർമയിലെ വിക്രമനും മുത്തുവും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നൊരു ഫോട്ടോയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആ മൊയന്താണ് പാലക്കാടിലെ വോട്ടർ കേട്ടോ. അപ്പോൾ അവർ ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാനും എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സും രാവിലെ തന്നെ രാഹുലിന് വോട്ട് ചെയ്തു, 100% രാഹുലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പോസ്റ്റ് കണ്ടിട്ട് പാലക്കാടുകാരായിട്ടുള്ള മുഴുവൻ ആൾക്കാർ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്യണം, അതിനു വേണ്ടിയുള്ള തന്ത്രമാണ് ഇവർ പയറ്റിയത്. കനകോല് പറഞ്ഞു കൊടുത്തതായിരിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ പോസ്റ്റൊക്കെ ഇട്ടിട്ടാണ് അങ്ങ് UP യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രിയാക്കിയതെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ UP അല്ലല്ലോ കേരളം, അത് കനകോലുവിന് പയ്യെ മനസ്സിലായിക്കോളും. അപ്പോൾ അതിനടിയിൽ വന്നു നിറയുന്ന കമൻറ്റുകൾ രസകരമാണ് കേട്ടോ. അതായത് ഈ വിക്രമം മുത്തുവിനോട് പറയുകയാണ്, ഒറിജിനൽ ID എന്ന് വന്നേക്കുന്ന റിപ്ലൈകളാണ് കേട്ടോ ഞാൻ വായിക്കുന്നത്. വോട്ട് വേസ്റ്റായി എന്നൊരാൾ പറയുന്നു. സജീർ എന്ന് പറയുന്ന ഒരാൾ പറയുന്നത് ഇങ്ങനെയാണ്: വിക്രമൻ മുത്ത് വ്യാജൻ പണി തുടങ്ങിയോ, ഇനി മായാവിയും കുട്ടൂസനും ഒക്കെ വോട്ട് ചെയ്യുമായിരിക്കും. അതുപോലെ തന്നെ സമത് എന്ന് പറയുന്ന ഒരാളിടുകയാണ്, വ്യാജനെ 100% പാലക്കാടുകാർ തോൽപ്പിച്ചിരിക്കും. ഇപ്പോൾ സുരേഷ് എന്ന് പറയുന്ന ഒരാളിടുന്നു, വിക്രമൻ മുത്തിനോട് പറയാണ്, പാഴായി പോയെന്ന് പറഞ്ഞാൽ മതി. ഇനി പ്രചോദ് എന്ന് പറയുന്ന ഒരാളിട്ടിരിക്കുന്ന പോസ്റ്റാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത്. അത് എങ്ങനെയാണ്: ഉച്ചയ്ക്ക് ശേഷം രാജുവും രാധയും മായാവിയുടെ കൂടെ എത്തിച്ചേർന്ന് രാഹുലിന് വോട്ട് രേഖപ്പെടുത്തും. കുട്ടൂസനും ഡാക്കിനിയും ലുട്ടാപ്പിയുടെ കുന്തം കേടായത് മൂലം രാഹുലിന് വോട്ട് രേഖപ്പെടുത്താനായി എത്താൻ വൈകും. അവർ കൂടി എത്തുന്നതോടെ രാഹുലിൻ്റെ ഭൂരിപക്ഷം 50,000 കടക്കാനും സാധ്യത എന്നാണ് പറയുന്നത്. ഒരൊറ്റ കമൻ്റ് ഇട്ട് രാഹുൽ മാങ്കൂട്ടത്തെ എന്തായാലും UDFൻ്റെ സൈബർ സംഘങ്ങൾ അങ്ങ് ഏറി കയറ്റിയിട്ടുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിരവധി വ്യാജ വോട്ടർമാരെ കോൺഗ്രസ് ചേർത്തു എന്ന ആരോപണങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇങ്ങനെയുള്ള ചില വ്യാജ ID കാർഡുകളിലൂടെ വന്നിട്ട് ചിലതൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് ഗുണം വേണ്ടി അല്ലെങ്കിൽ ഗുണം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തെ ഏറിക്കയറ്റുന്ന കാര്യങ്ങളാണെന്ന് കനകോലുവിനോട് ആരെങ്കിലും ഒന്ന് കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ ആ കനകോലുവിന് മനസ്സിലാകുന്ന ഭാഷയിൽ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കാനും മറക്കരുതേ. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഒറിജിനൽ ID-യിൽ നിന്ന് പലർക്കും കമന്റ് ഇടാൻ കഴിയാതെ പോകുന്നത്? അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ. എത്രയധികം കോൺഗ്രസ്സുകാരാണ് നിലവിൽ പാലക്കാടുള്ളത്? ആ കോൺഗ്രസ്സുകാർക്ക് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കാനും ഫേസ്ബുക്കിൽ എഴുത്തുകൾ എഴുതിടാനും കഴിയാതെ പോകുന്നത്? അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ്സുകാർ കൈവിട്ടിരിക്കുന്നു എന്ന വസ്തുത നമ്മൾ ഇങ്ങനെയൊക്കെ സ്ഥിരീകരിക്കുകയാണ്. ഷാനിബും സരിനും കൃഷ്ണകുമാരിയും നസീഫും ഒക്കെ പറഞ്ഞത് ശരിയാണ് എന്നാണ് നമുക്കിതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസ്സുകാർ പാലക്കാടിലെ കോൺഗ്രസിനെ തകർത്ത് തരിപ്പണമാക്കിയ ഷാഫിക്കും സതീശനുമെതിരെ ഉള്ള ഒരു പ്രതിഷേധമായാകും ഇക്കുറി വോട്ട് രേഖപ്പെടുത്തുക. അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ ശരിയുടെ പക്ഷത്തിനാകും ആ വോട്ട് വന്ന് വീഴുക. അത് സരിനാകും ആ വോട്ട് വന്ന് വീഴാൻ സാധ്യത. ഇന്ന് രാവിലെ മുതൽ നമ്മൾ എന്താണ് കാണുന്നത്? അതായത് പലയിടങ്ങളിലും രാഹുൽ മാങ്കൂട്ടം പല ബൂത്തുകളും സന്ദർശിക്കാൻ പോകുന്നുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വലിയ ഒരു നേതാക്കന്മാരുടെ അല്ലെങ്കിൽ അണികളുടെ ഒരു പ്രവർത്തകരുടെ ഒരു കൂട്ടത്തെ കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ സരിനൊപ്പം എത്രയധികം ആളുകളാണ് വന്ന് നിറയുന്നത്. പല ബൂത്തുകളിലും ചെല്ലുമ്പോൾ സരിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണ അതൊക്കെ വോട്ടായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഈ ഇലക്ഷനിൽ രാഹുൽ മാങ്കൂട്ടം വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നൊരു പുരുഷനായിരുന്നു, ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. നീല ട്രോളി ബാഗിൽ കള്ളപ്പണം കൊണ്ടുവന്നു എന്ന ആരോപണം നേരിടുന്ന അല്ലെങ്കിൽ ആ ആരോപണത്തിന് വ്യക്തമായ മറുപടി നൽകാൻ കഴിയാത്തൊരു സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കൂട്ടം. അതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം നടത്തിയ എല്ലാ പ്രതികരണങ്ങളും പച്ചക്കള്ളമായിരുന്നു, വ്യാജമായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. അത് തെളിഞ്ഞ വസ്തുതയാണ്. രണ്ടാമത്തെ കാര്യം,
വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചാണ് ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായത് എന്ന ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ ഇദ്ദേഹം. കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ചിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. വ്യാജ ID കാർഡുകൾ നിർമ്മിച്ചു എന്ന് ശരിവെക്കുന്ന പല തെളിവുകളും ലഭിച്ചു എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇലക്ഷൻ സമയത്ത് കൊലയാളികളെയും ക്രിമിനലുകളെയും കൊണ്ടുവന്നിറക്കിയാണ് രാഹുൽ മാങ്കൂട്ടം വോട്ടഭ്യർത്ഥിക്കാൻ വേണ്ടി പാലക്കാട് ശ്രമം നടത്തിയത്. ധീരജിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി എത്തുന്നു. അതുപോലെ തന്നെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയ കേസിലെ പ്രതിയായിട്ടുള്ള ഫെനിയെ കൊണ്ടുവന്നിറക്കുന്നു. അങ്ങനെ എത്ര പേരറിയാത്ത നിരവധി ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ കാണാതെ പോയ ഒരുപാട് ആളുകളൊക്കെ വന്നിട്ടുണ്ടാകാം. അങ്ങനെയുള്ള ആളുകളൊക്കെയാണല്ലോ അവിടെ മുഴുവൻ വോട്ടഭ്യർത്ഥിക്കാനൊക്കെ ആയിട്ട് വന്നത്. കോൺഗ്രസ്സുകാർ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ ഇറങ്ങാത്ത സാഹചര്യം വന്നപ്പോൾ സ്വന്തം നാട്ടിൽ നിന്ന് ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. നമ്മൾ ആ PV അൻവറിന്റെ റോഡ് ഷോ കണ്ടില്ലേ? ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് ഇറക്കി ആളുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി നടത്തിയ പ്രഹസനം. അതുപോലെ പത്തനംതിട്ടയിൽ നിന്ന് കുറേ ആളുകൾ കൊണ്ടുവന്നിറക്കുന്നു. അവസാന മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ പാലക്കാടുകാരല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ പറയുന്നു, അല്ല ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് രാഹുൽ പറഞ്ഞിട്ട് വന്നതാണ് എന്ന് പറയുന്നു. അതോടെ അതും ഭൂം. അങ്ങനെ നിരവധി വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോൾ ആ വിവാദങ്ങൾക്ക് മുമ്പിൽ ഒരു വ്യക്തമായ മറുപടി കൊടുക്കാൻ കഴിയാതെ മൊത്തത്തിൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായിട്ട് മാറിയ രാഹുൽ മാങ്കൂട്ടത്തെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. മറിച്ച് സരിനെയോ ആ നാട്ടിലെ വികസനം പറഞ്ഞുകൊണ്ട്, ആ നാടിന് വേണ്ട വികസനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, സംഘപരിവാറിനെതിരെ സംസാരിച്ചുകൊണ്ട്, വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സരിൻ എന്ന് പറയുന്ന ആ സ്ഥാനാർത്ഥി പാലക്കാടുകാർക്ക് വേണ്ടപ്പെട്ട, അല്ലെങ്കിൽ പാലക്കാടുകാർക്ക് അർഹതപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു പാലക്കാടുകാർ അദ്ദേഹം മുന്നോട്ട് വെച്ച ആ രാഷ്ട്രീയത്തിന്റെ എല്ലാ തലങ്ങളിലും ഒരു പിന്തുണ ജനങ്ങൾ പല രീതിയിൽ നൽകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ, ഒരു 13.5 വർഷം ഷാഫി പറമ്പിൽ അവിടെ ഭരിച്ചിട്ട് പോലും അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെ ആ മണ്ഡലത്തിലെ എല്ലാ വികസന വിരുദ്ധതയും പുറത്തു വരുമ്പോൾ അവിടെ വലതുപക്ഷ മാധ്യമങ്ങൾ അതൊക്കെ മൂടിവെക്കാൻ വേണ്ടി പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. മുസ്ലിം ലീഗൊക്കെ പടച്ചുവിടുന്ന ചില വർഗീയ വാർത്തകൾ, അല്ലെങ്കിൽ ചില വർഗീയതകളൊക്കെ ഇപ്പൊ പൊക്കിപ്പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും CPM-നുമെതിരെയൊക്കെ വലിയ ആയുധമാക്കി മാറ്റാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. പക്ഷെ പാലക്കാട് ജനങ്ങൾ അത് പുച്ഛിച്ചു തള്ളുകയാണ്, പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുകയാണ്. അതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ഡോക്ടർ സൗമ്യ സരിൻ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ സൗമ്യയുടെ അടുത്ത് വളരെ നെഗറ്റീവായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. സൗമ്യ മാധ്യമപ്രവർത്തകരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന്. ഇടതുപക്ഷത്തിനെതിരായിട്ട് ജനങ്ങളെ തിരിച്ചു നിർത്താൻ വേണ്ടി ഇലക്ഷൻ സമയത്ത്, ഇലക്ഷന് അല്ലെങ്കിൽ പോളിംഗ് ബൂത്തിലേക്ക് ജനം പോകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങളുടെ ഒരു സ്റ്റൈലാണ്. പക്ഷേ ഇക്കുറി എന്താണെന്ന് അറിയില്ല, അത്ര കനത്തിലുള്ള വാർത്തകളൊന്നും കിട്ടിയില്ല. EP ജയരാജന്റെ ഒരു വ്യാജ വാർത്തയുണ്ടല്ലോ, അച്ചടിക്കാത്ത ആത്മകഥ. ആ സാധനം കഴിഞ്ഞ 2 ഉപതെരഞ്ഞെടുപ്പിൽ, അതായത് വയനാടും അതുപോലെ തന്നെ ചേലക്കരയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെ കടന്നാക്രമിക്കാൻ വേണ്ടി അടിച്ചിറക്കിയ ആ വ്യാജ വാർത്തയുടെ ക്ഷീണം മാറിയിട്ടില്ല. അതുകൊണ്ടാണ് LDF-നെ സംബന്ധിച്ച്, LDF-ന്റെ മണ്ഡലമൊന്നുമല്ല അത്. അതുകൊണ്ട് LDF-നെ സംബന്ധിച്ച് വലിയ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവും നിലവിലില്ല. കാരണം ചേലക്കര പോലെ ഒരു സിറ്റിംഗ് സീറ്റ് ഒന്നുമല്ല. പക്ഷേ പാലക്കാടിനെ സംബന്ധിച്ച് അത് UDF-ന്റെ സിറ്റിംഗ് സീറ്റാണ്. അതുകൊണ്ട് പാലക്കാടിലെ സിറ്റിംഗ് സീറ്റ് സരിൻ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ചരിത്രമായിരിക്കും. ആ ഒരു വിജയത്തിന് ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു ശോഭ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രാഹുൽ മാങ്കൂട്ടമോ അതോ ഡോക്ടർ P സരിനോ അതോ കൃഷ്ണകുമാറോ, ഇതിനുള്ള ഉത്തരം എന്തായാലും 23-ാം തീയതി നമുക്ക് ലഭിക്കും. പക്ഷേ പാലക്കാടുകാർ ഒരുപക്ഷെ ആഗ്രഹിക്കുക സരിനെ പോലെ നല്ല വിദ്യാഭ്യാസമുള്ള, ജനങ്ങളെ സേവിക്കാൻ നല്ല മനസ്സുള്ള ഉത്തമനായ ഒരാൾ നിയമസഭയിൽ വേണമെന്നായിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.